യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള നിസ്സഹകരണം അവസാനിപ്പിച്ച അബിൻ വർക്കിയും കെ.എം. അഭിജിത്തും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഒ.ജെ. ജനീഷ് ചുമതലയേൽക്കുന്ന ചടങ്ങിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തു. താൻ ചുമതലയിലേക്ക് എത്തുന്നത് നിർണായക സമയത്താണെന്നും സർക്കാരിനെതിരായ സമരം ഇന്ന് തന്നെ തീരുമാനിക്കുമെന്നും ഒ.ജെ. ജനീഷ് പറഞ്ഞു. സർക്കാരിനെ സംബന്ധിച്ച് സമരങ്ങൾക്ക് സാധ്യതകൾക്ക് ഒരു കുറവുമില്ലാത്തൊരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സമരവുമായി തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ നിരന്തരമായി സമരം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇങ്ങനെ സുലഭമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. ജയസാധ്യതയുള്ള സീറ്റുകളിൽ ഒരു 10 വർഷക്കാലത്തിനപ്പുറത്തുള്ള കോൺഗ്രസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും കൂടുതലായി യൂത്ത് കോൺഗ്രസുകാരെ പരിഗണിക്കാൻ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് യൂത്ത് കോൺഗ്രസുകാരെ പരിഗണിക്കണമെന്നും ഒ.ജെ. ജനീഷ് ആവശ്യപ്പെട്ടു. അബിൻ വർക്കി പരിപാടിയിൽ പങ്കെടുത്തത് ദേശീയ നേതൃത്വത്തിന്റെ ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ തനിക്ക് അനുവാദം നൽകണം എന്നതുൾപ്പെടെയുള്ള ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ടാണ് അബിൻ വർക്കി പറഞ്ഞിട്ടുള്ളത്. എന്താണ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് അബിൻ വർക്കിക്ക് ലഭിച്ച ഉറപ്പ് എന്നതാണ്. കെ.എം. അഭിജിത്തും അദ്ദേഹത്തിന്റെ പിണക്കമൊക്കെ മാറ്റി ചടങ്ങിൽ പങ്കെടുത്തല്ലോ. അനുജ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഒ.ജെ. ജനീഷ് ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിലാണ് അബിൻ വർക്കിയും കെ.എം. അഭിജിത്തും പിണക്കങ്ങളൊക്കെ മറന്ന് പങ്കെടുത്തത്. നിസ്സഹകരണം എന്നുള്ളതായിരുന്നു, പുതിയ സംസ്ഥാന കമ്മിറ്റിയോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു എ ഗ്രൂപ്പിന്റെ നിലപാട്. നിലവിൽ ഈ തന്നെ അവഗണിച്ചു എന്നതുകൊണ്ട് തന്നെ തുടർന്ന് ഈ കമ്മിറ്റിയുമായി സഹകരിക്കേണ്ടെന്നുള്ളതായിരുന്നു അബിൻ വർക്കിയുടെ നിലപാട്. ഈ രണ്ട് നിലപാടുകളും തിരുത്തിക്കൊണ്ടാണ് ഇരുവരും ഈ സംസ്ഥാന പുതിയ ഭാരവാഹികളുടെ ചാർജ് ഏറ്റെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തത്. അതിനു മുൻപ് തന്നെ അബിൻ വർക്കി നേതൃത്വവുമായി സംസാരിച്ചു. ദേശീയ അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട ഈ ചുമതലയേറ്റെടുക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് അബിൻ വർക്കി ഒപ്പം തന്നെ ഐ ഗ്രൂപ്പിലെ തന്നെ പ്രധാനപ്പെട്ട 40 ഭാരവാഹികൾ, അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളും ജില്ലാ അധ്യക്ഷന്മാരും അടക്കമുള്ള 40 പേരുമായി ഉദയഭാനു ചിബിനെ കണ്ടതിന് ശേഷം ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാന തെരഞ്ഞെടുപ്പിലെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. അതിന് പിന്നാലെ സംസ്ഥാനത്ത് തന്നെ തുടരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അറിയിക്കുകയായിരുന്നു. അത് പരിഗണിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് അബിൻ വർക്കി ചടങ്ങിലേക്ക് പങ്കെടുത്തത്. കെ.എം. അഭിജിത്ത് ആ നിലയിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടില്ല. പക്ഷേ എന്തായാലും എ ഗ്രൂപ്പിന്റെ കൂടി നിർദ്ദേശപ്രകാരം പിണക്കം മറന്ന് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഈ യോഗവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പ്രശ്നങ്ങൾ, ഈ തർക്കങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ കൂടി യോഗത്തിൽ തന്നെ നടത്തുകയും ചെയ്തു. അബിൻ വർക്കി ഒരു ഒളിയമ്പ് ആ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കാരണമാണ് തങ്ങൾ ഈ പാർട്ടിയിലേക്ക് വന്നത്, രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണ് ഈ പാർട്ടിയിലേക്ക് അടിയുറച്ച് നിർത്താൻ കാരണം എന്നാണ് പറയുന്നത്. അത് ഏതെങ്കിലും നിലയിൽ രാഹുൽ ഗാന്ധി സ്തുതി അല്ല, അതിനും അപ്പുറത്തേക്ക് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വഴി വന്നിട്ടും തനിക്ക് അവസരം ലഭിച്ചില്ലല്ലോ എന്നുള്ളതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ നിലയിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിനെ അബിൻ വർക്കി സൂചിപ്പിച്ചത്. കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി, യൂത്ത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി എന്ന് മാധ്യമങ്ങൾ വാർത്തയുണ്ടാക്കുകയാണെന്നും അതിന് മറുപടിയായി എല്ലാ പ്രധാനപ്പെട്ടവരും അബിൻ വർക്കിയും കെ.എം. അഭിജിത്തും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിലെത്തിയതിലാണ് തനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്നുമായിരുന്നു ഒ.ജെ. ജനീഷ് ചുമതലയേറ്റെടുക്കൽ ചടങ്ങിനിടെ പറഞ്ഞത്. അതിനിടെ തന്നെ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് ഒരാദ്യ അഭ്യർത്ഥന എന്ന നിലയിൽ കൂടി ഒ.ജെ. ജനീഷ് പറഞ്ഞ കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ വിജയസാധ്യതയുള്ള സീറ്റിൽ യൂത്ത് കോൺഗ്രസുകാരെ കാര്യമായി പരിഗണിക്കണം, അതൊരു 10 വർഷം മുന്നിൽ കണ്ടുള്ള പരിഗണനയാവണം ഉണ്ടാകേണ്ടത് എന്നും ഒ.ജെ. ജനീഷ് പറഞ്ഞു. അനുജ, അങ്ങനെ നിസ്സഹകരണം അവസാനിപ്പിച്ചിരിക്കുന്നു അബിൻ വർക്കിയും കെ.എം. അഭിജിത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.